ഹായ് ഓൾ. അപ്പം മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. നാളെ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പം എന്താകും, പൊട്ടിത്തകരുമോ അതോ മുകളിലോട്ട് പോകുമോ എന്നൊക്കെ ഒരു ആകാംക്ഷ മുഖരിതമായ ഒരു രാത്രിയായിരിക്കും ഇന്ന് എല്ലാവർക്കും. നാളെ മാർക്കറ്റ് എങ്ങനെ തുറക്കുന്നു എന്നുള്ളതിനെ നോക്കിക്കണ്ടിരിക്കുകയാണ് ആൾക്കാർ. പുട്ടെടുത്ത് വെച്ചവരുണ്ട്, കോൾ എടുത്ത് വെച്ചവരുണ്ട്, അങ്ങനെ പലവിധ ബഹുജനം പലവിധം. അങ്ങനെ ആൾക്കാർ നാളെ മാർക്കറ്റ് സത്യം പറഞ്ഞാൽ തുറക്കാൻ വേണ്ടി ഇങ്ങനെ ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി എങ്ങനെയെങ്കിലും കുത്തി തുറക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരും കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. കഴിഞ്ഞ ആഴ്ച എന്താണ് പറഞ്ഞത്? കഴിഞ്ഞ ആഴ്ചയെന്നല്ല, കഴിഞ്ഞ ഒരു മാസമായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങി അന്ന് മുതലേ പറയുന്നു, ഡേ ടൈം ഫ്രെയിമിൽ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ വരച്ചിട്ടുണ്ട് ഇല്ലേ. ഇത് ഞാൻ വളരെ പല പ്രാവശ്യം ഊന്നി പറഞ്ഞായിരുന്നു. ഈ ട്രെൻഡ് ലൈൻ കടന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. ആ സാധ്യത കണ്ടറിയണം എന്ന് തന്നെ ഞാൻ ഊന്നി പറഞ്ഞായിരുന്നു. ശരിയല്ലേ? ഞാൻ അന്നും പറഞ്ഞായിരുന്നു, എന്ന് ഈ ഡേ ക്യാൻഡിൽ ഇത് എന്ന് ഇതിവിടെ വന്ന് മുട്ടുന്നോ, ഏകദേശം 13,000 ഇത്ര വന്നു, ഏകദേശം 13,000-അടുത്ത് വന്നു. 13,000-അടുത്ത് എന്ന് വരുന്നു അന്ന് നിങ്ങൾക്ക് ഫ്യൂച്ചർ സെല്ല് ചെയ്യാമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, കഴിഞ്ഞ പോസ്റ്റ് മാർക്കറ്റ് വീക്കിലി അനാലിസിസ് കാണുന്നവർക്ക് മനസ്സിലാവും. അന്ന് നിങ്ങൾ ഫ്യൂച്ചർ സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആരെങ്കിലും സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ അവർക്ക് 600 ഒരു 400 പോയിൻറ്റിനടുത്ത് ഫ്യൂച്ചർ സെല്ല് ചെയ്തവർക്ക് സുഖസുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടുന്ന് പുട്ട് ഓപ്ഷൻ വാങ്ങിച്ചവർക്കും സുഖസുന്ദരമായിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. വാങ്ങിച്ചവർ വാങ്ങിക്കട്ടെ, ലാഭം എടുത്തവർ ലാഭം എടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സംഭവം ഈ ട്രെൻഡ് ലൈൻ ആയിരുന്നു. ട്രെൻഡ് ലൈനെ മുട്ടി സാധനം തിരിച്ചു വന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീക്കിലി അനാലിസിൽ പറഞ്ഞത്, കാണാത്തവരാണെങ്കിൽ ഇത് കണ്ടിട്ട് ഇത് കാണുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഓക്കെ, കഴിഞ്ഞ അനാലിസിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർക്കറ്റിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുകയാണെങ്കിൽ ആദ്യം കഴുത്തിന് പിടിക്കുന്നത് മിഡ് ക്യാപ്പിൻ്റെ ആയിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. ആദ്യം എന്തെങ്കിലും വെടിപൊട്ടുകയോ എന്തെങ്കിലും അൺസർട്ടനിറ്റി ഉണ്ടാകുകയോ ചെയ്താൽ ആദ്യം അത് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ മിഡ് ക്യാപ്പിനെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. കഴിഞ്ഞ ആഴ്ച യുദ്ധം എൻ്റെ പേരല്ല, അമേരിക്കയിലെ ഡാറ്റകളുടെ അവർ വിചാരിച്ച പോലെ ഡാറ്റകൾ വന്നില്ല. ഡാറ്റയൊക്കെ വളരെ മോശമായിരുന്നു. അതിൻ്റെ പ്രതികരണങ്ങൾ US മാർക്കറ്റ് കാണിച്ചു. മദർ മാർക്കറ്റ് US മാർക്കറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു വ്യതിചലനങ്ങൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും നമ്മൾ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ഫോളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ചാർട്ടിനകത്തിൽ കാണുന്നത്. അതിൻ്റെ ശേഷം അതിനോട് കൂടെ തന്നെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മൾ വീഴ്ചയ്ക്ക് ആഘാതം കൂട്ടിയിട്ടുണ്ട്, അതിനാക്കം കൂട്ടിയിട്ടുണ്ട്. അപ്പം ഇനി തിങ്കളാഴ്ച ഇന്ന് രാത്രി വരെ ഒന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച മാർക്കറ്റ് എങ്ങനെ തുറക്കും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ കണ്ടറിയണം. കാരണം അമേരിക്കൻ മാർക്കറ്റും കഴിഞ്ഞ ദിവസവും വെള്ളിയാഴ്ചയും ഭയങ്കര ഫോളായിരുന്നു. അതേ ഫോള് തന്നെ ഈ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് പിന്തുടരുമോ എന്നുള്ളത് കണ്ടറിയണം. യുദ്ധമൊന്നും ഉണ്ടായില്ലെങ്കിൽ അത്ര വലിയ ഫോൾ ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നാണ് ഞാൻ ധരിക്കുന്നത്. കാരണം SGS നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അത്രയൊന്നും വീണിട്ടില്ല. ഏകദേശം ഒരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ ആണ് ഇപ്പം നിലവിൽ അതിനകത്തിൽ കാണുന്നത്. 100 പോയിൻ്റ് നിഫ്റ്റി, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. നിഫ്റ്റി 340, 290, 24, 715 ഇല്ല, ഒരു 715 ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് 214. അപ്പം ഏകദേശം എന്താ പറയുന്നത്, വലുതായിട്ടൊന്നും കാണുന്നില്ല. ഇനി നാളെ രാവിലെ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് അറിയത്തില്ല എത്ര ഡിഫറൻസ് വരുന്നുള്ള കാര്യം. ഇപ്പം 24,717 നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ക്ലോസ് ചെയ്തേക്കുന്നത് 24,715. ഒന്ന് നോക്കിക്കോട്ടെ. തിരിച്ച് കയറി കണ്ടോ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടുന്ന് തിരിച്ച് കയറി റീബൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ ഇനി സാധാരണ രീതിയിൽ കോൺട്രാക്റ്റ്, നിഫ്റ്റിയുടെയൊക്കെ കോൺട്രാക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി ഈ പറയുന്നത്. സാധാരണഗതിയിൽ നിഫ്റ്റിയുടെ ഒരു മന്ത്ലി കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിൽ ഏകദേശം SGS നിഫ്റ്റി ആയാലും ഫ്യൂച്ചർ ആയാലും തമ്മിൽ ഒരു 100 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് കാണും. ഏകദേശം 100-120 പോയിൻ്റ് വരെ ഡിഫറൻസ് കാണും ഒരു മന്ത്ലി കോൺട്രാക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പക്ഷേ നിലവിൽ ഇവിടെ നോക്കിക്കേ 700, 717 ഇവിടെ 715, 715 ഒരേപോലെയാണ്. മനസ്സിലായി, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം അതൊരു ഡൗൺ സ്ട്രീമിനെയാണ് കാണിക്കുന്നത്. കാരണം ഫ്യൂച്ചറും സ്പോട്ടും തമ്മിലുള്ള അകലം കുറയും തോറും
അതൊരു ഡൗൺ സ്ട്രീമിനെയാണ് കാണിക്കുന്നതാണ് വലിയ മാർക്കറ്റ് അനലിസ്റ്റുകൾ പറയുന്നത്. ഞാൻ വലിയ അനലിസ്റ്റൊന്നുമല്ല, എങ്കിലും എൻ്റെ പരിചയം വെച്ചിട്ട് ഞാൻ പറയുകയാണ്, എപ്പം ഫ്യൂച്ചറും സ്പോട്ടും തമ്മിൽ അകലം കൂടുന്നോ അതിനനുസരിച്ച് ഒരു ബുള്ളിഷ് മൊമെൻറ്റവും, അകലം എപ്പോൾ കുറയുന്നോ അതിനനുസരിച്ച് ഒരു ബെയറിഷ് മൊമെൻറ്റവും ആണ് മാർക്കറ്റിൽ ഉടലെടുക്കുന്നതാണ് നമ്മൾ പഠിച്ചേക്കുന്നതും പിന്നെ വലിയ അനലിസ്റ്റുകൾ പറയുന്നതും അങ്ങനെയാണ്. ഓക്കെ, സത്യമാണോ തെറ്റാണെന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾ തന്നെ അനുഭവത്തിലൂടെ മനസ്സിലാക്കുക. അപ്പം ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ. അപ്പം ഏകദേശം നാളെ മാർക്കറ്റ് എങ്ങനെയാണോ, ഫ്ലാറ്റാണോ ഓപ്പൺ ആകുന്നത്, ഇന്ന് രാത്രി ഒന്നും നടന്നില്ലെങ്കിൽ, പ്രശ്നങ്ങളൊന്നും നടന്നില്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഓപ്പൺ ആകുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഒരു 100 പോയിൻറ്റിൻ്റെയൊക്കെ ഗ്യാപ്പ് ഡൗൺ ചിലപ്പോൾ കണ്ടേക്കാം, ഒന്നും അറിയാൻ പറ്റത്തില്ല എന്താ സംഭവിക്കുന്നതെന്ന്. എനിവേ, അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്താണ്, എവിടെ വരെ ഇനിയും നമ്മുടെ മിഡ് ക്യാപ്പ് വരും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഏതായാലും പൊട്ടി താഴോട്ട് വന്നല്ലോ, അപ്പോൾ നമുക്കിനി ഇത് ഒന്നുകൂടെ ഒന്ന് താഴെ പ്ലോട്ട് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം മാർക്കറ്റ് വീണാണ് പോയേക്കുന്നത് അല്ലേ. നമുക്കപ്പം ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുവെക്കാം, ഇച്ചിരി മുമ്പോട്ട് പോട്ടെ, ഇങ്ങനെ നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഓൾമോസ്റ്റ് ഇവിടെ വന്നു, പിന്നെ മേളിൽ പോയി, പിന്നെ തിരിച്ചിവിടെ വന്നു, വീണ്ടും ഇങ്ങനെ കൺസോൾട്ടേഷൻ വന്നു, എം ഫോം ചെയ്തു, ഇങ്ങനെ വന്നു, നേരെ ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് മുട്ടി നിൽക്കുക. അപ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് ഒരു ഫോള് വരാനുള്ള സാധ്യത, അഥവാ ഒരു ഫോള് വരുവാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം എങ്ങനെ എന്ത് സംഭവിക്കാൻ നോക്കട്ടെ. ഇതിൻ്റെ ഇല്ല, അത് വലിയ ഗുണം വരത്തില്ല, അതുകൊണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് ഒരു സപ്പോർട്ടാണ് ഇതിനകത്ത് നോക്കാനുള്ളത്. ഇതിനകത്ത് സപ്പോർട്ടെന്ന് പറയാൻ ഇതൊരു സപ്പോർട്ടാണ്, ഡേ ടൈം ഫ്രെയിമിലാണ് ഞാനീ പറയുന്നത്. മാർക്കറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടം വരെ വരാം, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടം വരെ വരാം, ഇവിടെ വരെ. ഇതൊരു സപ്പോർട്ട് ലൈനാണ്. ഓക്കെ, മാർക്കറ്റ് ഒന്നുകിൽ ഇവിടെ വന്നിട്ട് റീബൗണ്ട് ചെയ്യാം, ഇച്ചിരി വലുതാക്കി കാണിക്കാം, ഇവിടെ വരെ വന്നിട്ട് റീബൗണ്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇവിടുന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഈ ട്രെൻഡ് ലൈന്, ഇതാണ് നമ്മുടെ സാധ്യതകൾ പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, എപ്പം മിഡ് ക്യാപ്പ് പൊട്ടിയാലും എവിടെയൊക്കെ നിങ്ങൾ പൊട്ടൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിഡ് ക്യാപ്പിൻ്റെ വലിയൊരു സ്വഭാവം ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ക്യാപ്പ് എപ്പോഴൊക്കെ പൊട്ടിയിട്ടുണ്ടോ അതിനടുത്ത ദിവസങ്ങളിൽ തിരിച്ചു കയറിയിട്ടുണ്ട്. സാധാരണ ഇതിൽ വലിയ പൊട്ടലുണ്ടാവുകൊണ്ട് അതിൻ്റെ അടുത്ത ദിവസം തന്നെ തിരിച്ചു കയറാറുണ്ട്. അല്ല, ഇപ്പോൾ ഒരു കണ്ടിന്യൂസ് ഫോളാണ്, കണ്ടിന്യൂസ് ഈ ഗ്ലോബൽ മൊമെൻറ്റം അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ കാണുന്നത്. പക്ഷെങ്കിൽ എങ്ങാനും ഒരു റിക്കവറി ഉണ്ടായാൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും മാർക്കറ്റ് തിരിച്ചു കയറുന്നത്, മിഡ് ക്യാപ്പ് തിരിച്ചു കയറുന്നത്. കാരണം ആൾക്കാരെല്ലാം പൈസയും കൊണ്ട് കയ്യിൽ വെച്ച് വിറ്റ് കാശ് പിടിച്ചേക്കുക, മനസ്സിലായോ? അപ്പോൾ മിഡ് ക്യാപ്പിനകത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലൂ ചിപ്പിനേക്കാളും കൂടുതൽ റിട്ടേൺ തരുന്നത് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പും ആണെന്ന് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് ആൾക്കാർക്ക് മനസ്സിലായി. അപ്പം ആൾക്കാരെല്ലാവരും ഈ ഇടിവിന് വേണ്ടി നോക്കിയിരിക്കുകയാണ്. അതുമാത്രമല്ല, മ്യൂച്വൽ ഫണ്ടിൽ SIP ചെയ്യുന്നവരുടെ എണ്ണം വളരെ കൂടി, ഇഷ്ടം പോലെ പൈസ DISൻ്റെ ഇരിപ്പുണ്ട്. അപ്പം ഈ മാർക്കറ്റ് ഇടിഞ്ഞ് വീഴുമ്പം ഒരു മാർക്കറ്റ് എപ്പോഴെങ്കിലും ആ ഒരു ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സിന് എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പം ആൾക്കാർ ഭയങ്കരമായിട്ട് ബൈ ചെയ്യും. എവിടെ? മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ബൈ ചെയ്യും. അപ്പം ഇത് വന്ന പോലെ തന്നെ തിരിച്ച് പറക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ അത് എപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ഇതിനകത്തിൽ നമ്മൾ ഓപ്ഷൻ ചെയ്യുമ്പം എപ്പോഴും മാർക്കറ്റ് തിരിച്ച് കയറാനുള്ളൊരു സാധ്യത ഉണ്ടെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് കൃത്യമായ ഇടപാടുകളിൽ നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് അടുത്തത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 12,625 ക്ലോസിങ്, ഒരു 12,355 വരെയൊക്കെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനില്ല. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 12,355 ആണ് അടുത്ത സപ്പോർട്ട്. അത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ 11,958 നമുക്ക് അടുത്ത സപ്പോർട്ടായിട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഇതിൻ്റെ സിനാരിയോ. ഓക്കെ, അപ്പോൾ ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഇൻഡെക്സ് വെയിറ്റിലേക്ക് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻഡ് ഹോട്ടൽ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മാർക്കറ്റ് ഇവിടെ വന്നിട്ടൊരു സപ്പോർട്ട് എടുത്തിട്ട് നേരെ കറക്റ്റായിട്ട് നമ്മുടെ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് റെസ്പെക്റ്റ് ചെയ്ത് മാർക്കറ്റ് ഭയങ്കര ഒരു ബുള്ളിഷ് മൊമെൻറ്റും ഒരു ബൈ മൊമെൻറ്റും കണ്ടിട്ട്
അതിനുശേഷം ഈ പ്രശ്നത്തോടനുബന്ധിച്ച് മാർക്കറ്റ് പതുക്കെ താഴോട്ട് വരികയാണ്. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഈ ബേസ് ലൈനിൽ ഇവിടെ വന്ന് തിരിച്ചു പോകും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ട്രെൻഡ് ലൈനിൽ വന്നിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യതയുള്ളൂ. അടുത്ത കുമിൻസ് ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓൾ ടൈം ഹൈ പോയിട്ട് മാർക്കറ്റ് വീണ്ടും തിരിച്ച് വന്നിട്ട് റീബൗണ്ട് വന്ന് ഈ പ്രശ്നം വന്നപ്പോഴാണ് ഇത് വീണ്ടും തിരിച്ച് താഴോട്ട് വരുന്നത്. ഇപ്പോൾ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇത് നിൽക്കുന്നത്. ഈ സപ്പോർട്ട് പൊട്ടിക്കഴിഞ്ഞാൽ 3151 റേഞ്ചിൽ 3150 3200 റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ബേസ് വരയ്ക്കാം. ഒരു ബേസ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഈ ബേസിൽ വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോകാൻ 200 150 റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഇതിനകത്ത് വേറൊരു ബെയറിഷ് മൊമെൻറ്റും കാണുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇതിനകത്തിൽ നോക്കിക്കേ, ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കണ്ടോ? ശ്രദ്ധിച്ചോ? ഇതിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പം ഒരു അരുതാഴിക തോന്നും. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു 45 മിനിറ്റ് ചാർട്ടിലോട്ട് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകാൻ പറ്റുന്നു. ഉണ്ടോ? നോക്കിക്കേ, നമുക്കിങ്ങനെയൊക്കെയാണ് നമ്മൾ പാറ്റേൺ പഠിക്കുന്നത്. ഇതാണ് ഒരു സാധനം ഇവിടെ വന്നിട്ട് നേരെ പോയി ഇങ്ങനെ വന്ന്. ഇനി നമ്മൾ ഇവിടുന്ന് കണ്ടറിയണം. കാരണം ഇത് കണ്ടിത് സപ്പോർട്ടായത്. ഓക്കെ, ഇത് കണ്ടോ? ഇതൊരു സപ്പോർട്ടാണ്. അതായത് ഈ വരച്ചിട്ടേക്കുന്നത്. ഇവിടുന്ന് എങ്ങോട്ട് പോകും? ഇവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോവുമോ അതോ ഇവിടുന്ന് ഇങ്ങോട്ട് പൊട്ടി വീഴുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. ഇങ്ങനെ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഒരു സപ്പോർട്ട്. ഈ സപ്പോർട്ടിലൂടെ ഒന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇല്ല, ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇവിടുന്ന് തിരിച്ച് കയറി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിന് വേണ്ടി ഈ കുമിൻസ് ഇന്ത്യ പരിഗണിക്കുക. ഇവിടുന്നൊക്കെ നിങ്ങൾക്ക് നല്ല ബൈയാണ് ഇവിടുന്നൊക്കെ മേടിക്കാൻ. ഓക്കെ, അപ്പോൾ അതാണ് കുമിൻസ് ഇന്ത്യയുടെ ചരിത്രം. അടുത്ത പെർസിസ്റ്റൻസ് സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. ഓൾ ടൈം ഹൈയിൽ പോയിട്ട് നേരെ മാർക്കറ്റ് ഇതെല്ലാം ഈ പറയുന്ന ഈ ആദ്യത്തെ ബ്ലൂ ചിപ്പ് സ്റ്റോക്കുകളെല്ലാം മീൻസ് ഇതിൻ്റെ ഇൻഡെക്സ് വെയ്റ്റ് സ്റ്റോക്കുകളെല്ലാം ഓൾ ടൈം ഹൈ ആണ്. അപ്പോൾ അതുകൊണ്ട് അവിടുന്ന് താഴോട്ട് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടുന്ന് ഇത് ഓൾ ടൈം ഹൈ പോയിട്ട് നേരെ തിരിച്ചു വരുന്നത്. ഇതിൻ്റെ സപ്പോർട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിട്ട് തന്നെ മാറ്റങ്ങളൊന്നുമില്ല. അടുത്തത് ഭാരത് ബോർജ് ഈ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ പോയിട്ട് നേരെ തിരിച്ചു വന്ന് പിന്നെ റീബൗണ്ട് ചെയ്തു. പിന്നെ വീണ്ടും തിരിച്ച് ഇവിടെ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക. ഇത് സപ്പോർട്ടിലാണ്. ഇപ്പോൾ നമ്മൾ ഈ വരച്ച സപ്പോർട്ടിലാണ് വന്ന് സപ്പോർട്ട് എടുത്തേക്കുന്നത്. ഇവിടുന്ന് ഈ പൊട്ടുവാണെങ്കിൽ ഈ ട്രെൻഡ് ലൈന്, അതിനുശേഷം താഴെ വരുവാണെങ്കിൽ ഈ ബേസ് ലൈനിൽ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ബേസ് ലൈനിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ പരിഗണിക്കാം. അതുപോലെ തന്നെ ഫെഡറൽ ബാങ്കും ഓൾ ടൈം ഹൈ പോയിട്ട് നേരെ തിരിച്ച് താഴോട്ട് വരുവാണെങ്കിൽ 197 205 വരെ പോയായിരുന്നു. അപ്പം 197 ഇപ്പോൾ നിൽക്കുന്നത്. ഒരു ബെയറിഷാണ് ഇവിടെ മൊമെൻറ്റമാണ് കാണുന്നത്. കാരണം മേളിൽ അത്രയും പോയിട്ട് നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഇനി ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ അടുത്ത 189 ആയിരിക്കും അതിൻ്റെ സപ്പോർട്ട്. അതും പൊട്ടുവാണെങ്കിൽ 180 വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബൈ നോക്കാം. അത് HDFC AMC. ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ നല്ലപോലെ പെർഫോം ചെയ്ത് HDFC AMC. കാരണം ഇതൊരു അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയാണ്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി എന്ന് മനസ്സിലായല്ലോ. നമുക്ക് മ്യൂച്വൽ ഫണ്ട് മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് വേണ്ടി ഫണ്ടുകൾ വാങ്ങിക്കുകയും പിന്നെ സ്റ്റോക്കുകൾ വാങ്ങിക്കുകയും അതുപോലെ വിൽക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് HDFC അസറ്റ് മാനേജ്മെൻറ്റ്. അപ്പം ഇത് നമ്മൾ പണ്ട് വരച്ചിട്ടിരുന്ന ഒരു സാധനമാണ്. ഇതിനകത്തിൽ എപ്പോൾ കയറുന്ന അപ്പം ബെയറിഷ് ആവും. ഇതിന് മുകളിൽ നിൽക്കുവാണെങ്കിൽ എപ്പോഴും ബുള്ളിഷ് ആവും. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് വന്നു കയറി ഇറങ്ങി തിരിച്ച് കയറിപ്പോയി. ഇനി വീണ്ടും ഇതിനകത്ത് കയറുമോ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ കണ്ടറിയണം. അപ്പോൾ നമുക്കതും വാച്ച് ചെയ്യാം. പക്ഷേ ഇതിന് വലിയ വീഴ്ചകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമുക്ക് നാളെ നോക്കിക്കാണണം. ഇതെന്തായാലും ഒരു സപ്പോർട്ട് ലൈനാണ് ഈ കാണുന്നത്. ഈ സപ്പോർട്ടിൽ പല പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് തിരിച്ച് ഈ ബോക്സിനകത്ത് കയറുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടറിയണം എങ്ങോട്ട് പോകുന്നില്ല. ഇതിന് ബോക്സിന് വെളിയിലാണെന്നുണ്ടെങ്കിൽ ഇത് വരും ദിവസങ്ങളിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം ഇതിന് വലിയ വീഴ്ച സംഭവിച്ചിട്ടില്ല. ഓക്കെ, ഇത്രയൊക്കെയാണ്. ലൂപ്പിനൂടെ വേണമെങ്കിൽ നോക്കിയേക്കാം. ലൂപ്പിനും ഈ പറയുന്ന പോലെ തന്നെ ഓൾ ടൈം ഹൈ ആണ്. ഫാർമ സെക്ടർ എല്ലാം ഭയങ്കര ബുള്ളിഷാണ്. അതുകൊണ്ട് ഇതൊരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ്. എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നാളെ കണ്ടറിയണം. ഇത്രയൊക്കെയാണ് നമുക്ക് മിഡ് ക്യാപ്പിൻ്റെ ഡെയിലി വീക്കിലി അനാലിസിനകത്ത് പറയാനുള്ളത്. ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ നാളത്തെ ലെവൽ നമുക്ക് നോക്കാം ഇല്ലേ? നാളത്തെ ലെവലുകൾ നമ്മൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്കൊരു 45 മിനിറ്റ്സിലോട്ട് പോവാം. 45 മിനിറ്റ്സിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു സപ്പോർട്ട് കണ്ടുപിടിക്കണം. എവിടെയായിരിക്കും മാർക്കറ്റ് എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതൊരു സപ്പോർട്ട്. കറക്റ്റ് ആ സപ്പോർട്ടിൽ വന്നിട്ടാണ് മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. ഈ സപ്പോർട്ടിൽ വന്നിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മൂന്ന് റെസിസ്റ്റൻസ് ഉണ്ട്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ വന്നെടുക്കുകയാണ്. ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടാണ് തിരിച്ചു പോയത് ഇല്ലേ? അടുത്ത സപ്പോർട്ട് നമുക്ക് പറയാനുള്ള ഡെയിലി പറയാനുള്ളത് ഇത് 489. ഇത് വേണമെങ്കിൽ
നമുക്കൊരു സപ്പോർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് നോക്കാം. കാരണം ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമുക്കൊരു ഇതായിട്ട് കണക്കാക്കാം. അത് നമുക്ക് ഞാൻ കളർ മാറ്റാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കത് കൺഫ്യൂഷൻ ആവും. അടുത്തത് ഇത് ഓക്കെ. അടുത്തത് നമ്മുടെ ഒരു മെയിൻ സപ്പോർട്ടാണ്, ഡേ ക്യാൻഡിലെ സപ്പോർട്ടാണ് ഈ കാണുന്നത്. ഇത് അവിടെ തന്നെ കിടന്നോട്ടെ, അത് നമ്മൾ മാറ്റണ്ട. ഓക്കെ, ഇതാണെങ്കിൽ വേണമെങ്കിൽ നമുക്കൊരു ഇതിനെ ഒരു ബേസ് ലൈനായിട്ട് നമുക്ക് നിർത്താം. കാരണം ഇവിടെ ഒരു റേഞ്ചാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് വരുമോ നോക്കണം. ഈ റേഞ്ച് വിട്ട് എവിടെ വിട്ടെങ്കിലും പോകുന്നോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. റേഞ്ച് വിട്ട് മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് എന്നിട്ട് സസ്റ്റെയിൻ ചെയ്യുമോ അവിടെ തിരിച്ചു പോകുമോ എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും ആലോചിച്ചിട്ട് മാത്രമേ നമുക്കൊരു ട്രേഡ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പൊട്ടൽ എന്ന് പറയാൻ നമുക്ക് വേണ്ടി ഇതാണ് അടുത്ത പൊട്ടൽ. ഇതൊരു നല്ലൊരു സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ അടുത്ത പൊട്ടൽ ഇതിന് താഴോട്ടൊന്നും പോകാനുള്ള സാധ്യത നമുക്ക് ഏതായാലും മാറ്റി വെക്കാം. അതൊക്കെ അല്ലെങ്കിൽ വരുന്ന വഴി നമുക്ക് കാണാം. ഓക്കെ, ഇതിൻ്റെ താഴെ ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ട്രെൻഡ് ലൈൻ നോക്കിയാൽ മതി. ഓക്കെ, നമുക്കിപ്പോൾ ഏറെക്കുറെ അടുത്ത ആഴ്ചത്തേക്കുള്ളത് മുഴുവൻ തന്നെ കിട്ടി. മിക്കവാറും അടുത്ത ആഴ്ച മാർക്കറ്റ് ഈ റേഞ്ചിനകത്ത് കളിക്കുന്നത് ഈ ട്രെൻഡ് ലൈന് താഴെ പോകാൻ സാധ്യതയും കാണുന്നില്ല. ട്രെൻഡ് ലൈനിന് മുകളിൽ കിടന്ന് കളിക്കാനുള്ള സാധ്യതകൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നാളത്തേക്കുള്ള ലെവലുകൾ. എല്ലാവരും സൂക്ഷിക്കുക. എപ്പോഴും നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും പ്രൈസ് ഒരു നിശ്ചിത ലാഭം കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രയൽ ചെയ്യുന്നവരാണെങ്കിൽ ബൈ പ്രൈസിൽ കൊണ്ടുപോക്കുക SL, എന്നിട്ട് തന്നെ ട്രയൽ ചെയ്യുക. മാക്സിമം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 15-25% കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക. മാർക്കറ്റ് ഇവിടെ തന്നെ കാണും. നാളെ നമുക്ക് ട്രേഡ് ചെയ്യണം എന്നുള്ള ചിന്തകളൊക്കെ എല്ലാവർക്കും വേണം. ഓക്കെ, അപ്പം എല്ലാവർക്കും നാളെ നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. എല്ലാവരും പ്രോഫിറ്റ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ.